വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ FIUGP തേർഡ് സെമസ്റ്റർ BACയിലുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അലീന ആകാശമിട്ടായി എഴുതിയ ഒരു ഫേസ്ബുക്ക് പോയമാണ് മൈ ഇംഗ്ലീഷ്. ആ പോയത്തിൻ്റെ തീമും സമ്മറിയും ലാസ്റ്റ് ഒരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോസ് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ലെങ്ത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവനായി കാണുന്നതിനോടൊപ്പം ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ വൈകിക്കാതെ ഇതിൻ്റെ സമ്മറി നമുക്ക് നോക്കാം. സമ്മറി പറയുന്നതിന് മുമ്പ് പോയിറ്റിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. അലീന ആകാശമിട്ടായി എന്ന് പറയുന്ന പോയറ്റ് ഒരു ദളിത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത്. അവരൊരു ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റും കൂടിയാണ്. അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ഒരു സൗണ്ടായിട്ടാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവരുടെ പോയംസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ജെൻഡർ ഇക്വാലിറ്റി, അതേപോലെ തന്നെ മാർജിനലൈസ്ഡ് പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കേട്ടോ. അപ്പം എന്നാൽ നമുക്ക് സമ്മറി തുടങ്ങാം. ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ഹെർ ഇംഗ്ലീഷ് ആസ് സിമ്പിൾ, ഷോയിങ് ഹെർ ഹ്യൂമിലിറ്റി ആൻഡ് അവെയർനെസ് ഓഫ് ലിംഗ്വിസ്റ്റിക് ലിമിറ്റേഷൻസ്. പോയിട്ട് അവരുടെ ഇംഗ്ലീഷിനെ സിമ്പിളായ ഇംഗ്ലീഷ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അറിയാലോ, നമ്മളൊരു ഭാഷ പഠിച്ച് സംസാരിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഭാഷ സംസാരിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ. അതുതന്നെയാണ് ഇവിടെ പോയിട്ട് പറയാൻ ശ്രമിക്കുന്നത്. അവർക്ക് ലിംഗ്വിസ്റ്റിക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് അത് അവരുടെ സ്വന്തം ഭാഷ അല്ലാത്തതുകൊണ്ട് തന്നെ ലിംഗ്വിസ്റ്റിക് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. Her English is afraid of making mistakes, reflecting how marginalized people are often judged harshly for language errors. ഇപ്പോൾ നമുക്കൊക്കെ ഇംഗ്ലീഷ് എഴുതാൻ അറിയായിരിക്കും, പക്ഷെ നമ്മളധികം സംസാരിക്കില്ല. അതെന്താ, നമ്മളെ ആരെങ്കിലും ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി കാരണം. അതാണ് ഇവിടെയും പറയുന്നത്, മൈ ഇംഗ്ലീഷ് ഈസ് അഫ്രൈഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. ഇപ്പോൾ നമ്മൾ മലയാളികൾ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേറെ ഫോറിൻ ലാംഗ്വേജ് സംസാരിക്കുന്ന വേറൊരാൾ വന്ന് മലയാളം സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുതന്നെയാണ് ഇവിടെയും. അങ്ങനെ തിരുത്തുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി വരും. അതുകൊണ്ട് തന്നെ നമ്മളത് പുറത്ത് സംസാരിക്കില്ല. The phrase punishable by death symbolizes the severe social criticism and humiliation faced by those from lower castes and poor backgrounds when they speak imperfect English. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചല്ല, ഇംഗ്ലീഷ് പെർഫെക്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ അതിന് ആൾക്കാർ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണവർ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും, അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തോ വലിയൊരു കുറ്റം ചെയ്യണ പോലെയാണ് അവർ കാണുന്നത്. മൈ ഇംഗ്ലീഷ് ഈസ് ഫസ്റ്റ് ജനറേഷൻ സജസ്റ്റ് ദാറ്റ് ഷീ ഈസ് ദ ഫസ്റ്റ് ഇൻ ഹെർ ഫാമിലി ടു ലേൺ ഇംഗ്ലീഷ്, ഷോയിങ് ദ ക്ലാസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്യാപ്പ്. ഇവിടെ പോയിറ്റിൻ്റെ ഇംഗ്ലീഷ് ഫസ്റ്റ് ജനറേഷൻ എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയിലാരും അത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആൾക്കാരൊന്നുമല്ല, അത്ര വലിയ സ്കൂളിൽ പോയ ആൾക്കാരൊന്നുമല്ല. അതുപോലെ തന്നെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വീട്ടുജോലികൾ അല്ലെങ്കിൽ പറമ്പിലെ കൃഷി അങ്ങനെയൊക്കെ നോക്കി നടത്തുന്ന ആൾക്കാരാണ്. പോയിട്ടാണ് അവരുടെ വീട്ടിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിന് റൂട്ട്സ് ഇല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. The image of parents working in someone's kitchen, cooking a meal it would never eat, represents the injustice and exploitation faced by the marginalized. They labor for others' benefit while being denied the same privileges. ഇവിടെ അതുതന്നെയാണ് പറയുന്നത്. അതായത് അവരുടെ പേരൻസ് ഒന്നും വെൽ എഡ്യൂക്കേറ്റഡ് അല്ല. പിന്നെ അതേപോലെ തന്നെ ലോവർ കാസ്റ്റുകാർ അനുഭവിക്കുന്ന ചൂഷണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവരത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് തന്നെ അവർ ബാക്കിയുള്ളവരുടെ അടുക്കളയിലൊക്കെയാണ്, അതായത് ഹയർ കാസ്റ്റുകാരുടെ അടുക്കളയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇൻജസ്റ്റിസുകളും എക്സ്പ്ലോയിറ്റേഷൻസൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. Toiling in someone's land, growing flowers it would never smell. Its grandparents convert into Christianity. Their parents were slaves. My English has no roots stretching the late queen, but a mere pseudo-arm protruded from the mean missionary's tongue, talking about heaven and hell, justice and equality. Such heavy loads Jesus himself was talking about. My English is a slave owner's illegitimate child. My English has issues with subject-verb agreement, because it was a subject in its whole life, never felt any arrangements fair, and all the verbs were always against it. My English never gets the tenses right. It is quite tensed about the future and stuck in the past.
ഇവിടെ അവർ പറയണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ പാരൻസിനൊന്നും അത്ര വലിയ അറിവോ പഠിപ്പോ എഡ്യൂക്കേഷനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നത്, ബാക്കിയുള്ളവരുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നു, അതേപോലെ തന്നെ അവരുടെ ഫാമിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള പണികളാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരുടെ പൂർവികർ സ്ലേവ്സ് ആയിരുന്നു. അതേപോലെ തന്നെ പിന്നെ പറയുന്നത് അവരുടെ ഇംഗ്ലീഷിന് അതുകൊണ്ട് തന്നെ റൂട്ട്സ് ഇല്ല. പിന്നെ അവർക്ക് ഇംഗ്ലീഷായിട്ട് എങ്ങനെ ബന്ധം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇവിടെ ബ്രിട്ടീഷുകാർ വന്ന് കോളനൈസ് ചെയ്തപ്പോൾ അവരുടെ അടുത്തു നിന്നാണ് ഇംഗ്ലീഷായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇവിടെ പിന്നെ പോയിറ്റിൻ്റെ ഇംഗ്ലീഷിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡായിട്ടാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഉള്ള ബുദ്ധിമുട്ടിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഗ്രാമറിനെ പറ്റിയിട്ട് അവരുടെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് ഒന്നും ശരിയാവാറില്ല. കാരണം എന്താ, അതെപ്പോഴും അവരൊരു ലാംഗ്വേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ടല്ല എപ്പോഴും കണ്ടായിരുന്നത്, ഒരു സബ്ജക്റ്റായിട്ടാണ് എപ്പോഴും കണ്ടായിരുന്നത്. അതേപോലെ തന്നെ അവരുടെ ടെൻസ്, വെർബ് അങ്ങനെയുള്ള ഗ്രാമർ സംഭവങ്ങളൊന്നും ശരിയാവാറില്ല. ഇവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയമാണ്. മിക്കരുടെയും പ്രശ്നം തന്നെയാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാൻ അറിയായിരിക്കും, പക്ഷെ സംസാരിക്കാൻ കഴിയാത്തത് ഈ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അല്ലേ. My English swallows the articles cause it's always hungry. It spits out the crumbs. People call it a freak experimental poetry. My English gets quota seats in national seminars but is denied discounted prices for being outdated. My English has no Shakespeare's. It's Sylvia Plaths are committing suicides. Mary Shelley's face real life horrors and John Keats dies in the cradles. My English is a token and a slang. Its identity is mine. My English is a war veteran. It is just tired. ഇതിൽ മെയിനായിട്ടും പറയുന്നത് ഈ ഗ്രാമറിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ്. അതായത് ഇവിടെയും അവരുടെ ആർട്ടിക്കിൾസ് ഒന്നും ശരിയാവാറില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്നത് പോയറ്റിൻ്റെ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനുമുള്ള ബുദ്ധിമുട്ടാണ്. എഴുതാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ ആൾക്കാർ ജഡ്ജ് ചെയ്യുമെന്ന് വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് സ്പിറ്റ്സ് ഔട്ട് ദ ക്രംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എത്ര കഷ്ടപ്പെട്ട് എഴുതിയതാണെങ്കിലും കൂടിയിട്ട് അതിനെ എല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഇംഗ്ലീഷാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ കളിയാക്കുകയും അതേപോലെ തന്നെ അതിനൊരു വാല്യൂ കൊടുക്കാത്ത പോലെ സംസാരിക്കുകയും ചെയ്യും. അതിനെയാണ് ഇവിടെ സ്പിറ്റ് ഔട്ട് ദ ക്രംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ഇംഗ്ലീഷിന് വലിയ റൂട്ടൊന്നുമില്ല. ഷേക്സ്പിയറെ പോലെയുള്ള റൈറ്റേഴ്സൊന്നും അവരുടെ റൂട്ട്സിലില്ല. അതേപോലെ തന്നെ അതുകൊണ്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ സ്ട്രഗിൾസുമാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ പോയറ്റ് തന്നെ പറയാണ്, എൻ്റെ ഇംഗ്ലീഷ് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, അത് എൻ്റെ ഇംഗ്ലീഷാണ്, അതിൻ്റെ ഐഡൻറ്റിറ്റി എൻ്റേതാണ്, അത് റെപ്രസെൻ്റ് ചെയ്യണത് എൻ്റെ ട്രൂ കൾച്ചറും ട്രൂ ഐഡൻറ്റിറ്റിയാണ് എന്നാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇംഗ്ലീഷ് ഒരുപാട് സ്ട്രഗിൾസിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കൊളോണിയൽ പവർ ഇൻജസ്റ്റിസിനൊക്കെ എതിരെ, അതേപോലെ തന്നെ ഇനിക്വാലിറ്റിക്കൊക്കെ എതിരെ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ശേഷം, ഈ വാറിനൊക്കെ ശേഷം അവരുടെ ഇംഗ്ലീഷ് ടയേർഡാണെന്നാണ് പറയുന്നത്. ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ കൂടുതൽ മോഡിഫൈ ചെയ്ത് അത് നമ്മുടെ ട്രൂ സെൽഫ് അല്ലാതെ ആയി മാറുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ VACയിലുള്ള 3ാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ തന്നെ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഇമോജി കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്